ഇന്ന് എത്തി നിൽക്കുന്നത് കേരളത്തിന്റെ തലസ്ഥാന നഗരമായ അനന്തങ്കാട്ടിലാണ്. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നിയോ? കേരളത്തിന്റെ തലസ്ഥാന നഗരം അനന്തങ്കാട്. യെസ്, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ആദ്യത്തെ പേര് അനന്തങ്കാട് എന്നായിരുന്നു. ഇത് ഗൂഗിൾ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും കിട്ടിയ ഇൻഫർമേഷൻ ആണ്. അതായത് പിന്നീട് തിരുവനന്തപുരത്തിലേക്ക് മാറിയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അനന്ത ശയനം, അതിന്റെ അനന്തനും പിന്നെ അതുപോലെ തിരു എന്നുള്ള ബഹുമാന സൂചകവും പുരം എന്ന് വസിക്കുന്ന സ്ഥലത്തെയും പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം എന്ന പേരിലേക്ക് മാറി. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഈ സ്ഥലത്തെ പറ്റി പറഞ്ഞത് നിത്യഹരിത നഗരം എന്നാണ്. എത്ര ഭയങ്കര സിറ്റി ആണെങ്കിലും നടുവിലൊരു പച്ചപ്പുള്ള സ്ഥലം പിന്നെ കേരളത്തിൽ വേറെ എവിടെയാണെന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതയാണത്. വളരെ വിശാലമായ റോഡുകളും കുറെ പച്ചപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര അഹങ്കാരത്തോടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം. ഇന്ന് തിരുവനന്തപുരത്തെ നല്ല കുറച്ച് രുചികൾ അന്വേഷിച്ച് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് മാനവീയം വീതിയിലാണ്. എനിക്ക് ഈ വീതിയിലൂടെ നടന്ന് സുഹൃത്തുക്കളായിട്ടൊക്കെ നടന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ തിരുവനന്തപുരത്തുണ്ട്, നമുക്കൊക്കെ കാണാം. എന്തായാലും നല്ലൊരു രുചി തേടി ഞാൻ എന്റെ യാത്ര തുടങ്ങുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആഹാ എന്ത് രുചി ആരംഭിക്കുകയാണ്. തിരുവനന്തപുരത്തെ നഗരവീഥിയിലൂടെ നമ്മൾ വ്യത്യസ്തമായ രുചി തേടി ആഹാ എന്ത് രുചി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നല്ലൊരു വിഭവം ഇന്ന് കിട്ടുമെന്നാണ്. തിരുവനന്തപുരത്ത് ഒരുപാട് പല ടൈപ്പ് ഓഫ് ടേസ്റ്റുകൾ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ രീതിയൊക്കെ വളരെ സ്പെഷ്യലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രീതിയാണ്. പിന്നെ എനിക്കിഷ്ടം കോഴിക്കോടാണ്. കോഴിക്കോട് നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇവിടെ എങ്ങനെയാണെന്നറിയോ കഴിക്കുന്നത്? അതായത് ദോശയൊക്കെ കഴിക്കുവാണെങ്കിൽ അതിന്റെ കൂടെ എപ്പോഴും ഒരു രസവട ഉണ്ടാവും, കുറച്ച് അച്ചാറുണ്ടാവും, പപ്പടം ഉണ്ടാവും, കുറച്ച് രസം ഒഴിക്കും, കുറച്ച് സാമ്പാർ ഒഴിക്കും. അതുപോലെ പുട്ട് തരുമ്പോ കുറെ പയർ ഇങ്ങനെ പുഴുങ്ങി അങ്ങ് വയ്ക്കും. എന്നിട്ട് ഒരു പപ്പടവും ഒരു ബജിയും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ചില തട്ടുകടകളുടെ അലമാര ഇരിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര രസമുള്ളൊരു കഴിപ്പാണത്. ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ച് നല്ല അടിച്ച ചായ. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം ഒരു പുതിയ പ്രതീക്ഷ പോലെ നമുക്ക് തോന്നും. ഇതാണ് ഞാൻ പറഞ്ഞത്. തട്ട് കണ്ടോ? അപ്പം ഉണ്ട്, ഇടിയപ്പം ഉണ്ട്, കുറെ ബജികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആളുകൾ ഇപ്പൊ നല്ലപോലെ എന്താ പറയാ, ദോശയാണെങ്കിലും അപ്പം ആണെങ്കിലും എന്തെടുത്താലും വട മെയിൻ ആണ് ഇവിടെ. വടയുടെ കൂട്ടത്തിൽ സാമ്പാറും പപ്പടവും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു കഴിപ്പാണ് ബ്രേക്ക്ഫാസ്റ്റിൽ. ഞാൻ ഭയങ്കര ചായപ്രാന്തിയാണ് കേട്ടോ. ഈ ചായ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ചായയിലേക്കുള്ള പ്രതീക്ഷയാണ്. പിന്നെ പണ്ട് എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു, ഞാൻ എപ്പോഴും ചായ കുടിക്കും. പിന്നീട് ഞാൻ ആ ശീലം മാറ്റി. കാരണം എനിക്ക് മധുരം ഇല്ലാത്ത ചായ അത്ര സന്തോഷമല്ല. അപ്പം ചായ കുടിക്കുമ്പോൾ മധുരം കൂടുന്നു. അപ്പം അങ്ങനെ ഞാൻ ചായയുടെ എണ്ണം കുറച്ചു. ഇപ്പം 2 പ്രാവശ്യം ഞാൻ എന്നെ ചായ കുടിക്കാൻ അനുവദിക്കാറുള്ളൂ, രാവിലെയും വൈകിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ചായയോ ആയിരിക്കണം. ഇത് അങ്ങനത്തെ ഒരു ചായ ആയിരുന്നു കേട്ടോ. നല്ല സ്ട്രോങ് ചായ, കണ്ടാൽ തന്നെ അറിയാം നല്ല സ്ട്രോങ് ആണ്. ആവശ്യത്തിന് പാലുണ്ട്. ഇത് PWD റെസ്റ്റ് ഹൗസ് ആണ്. ഇതിനടുത്തായിട്ടാണ് നമ്മുടെ ഫുഡ് സ്പോട്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം എപ്പോഴും വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. അങ്ങനെ ഒരു ബ്ലെസ്സിങ് കൂടെ തിരുവനന്തപുരത്തുണ്ട്. ഇവിടെ ഇപ്പൊ ഫുട്പാത്തിന്റെ പണിയൊക്കെ നടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ നല്ല വീതി വിശാലമായിട്ട് വിരിഞ്ഞങ്ങനെ ഇരിക്കും. നമ്മൾ എന്തായാലും നമ്മുടെ ഫുഡ് സ്പോട്ടിലേക്ക് പോവാണ്. കമോൺ. തിരുവനന്തപുരം മേട്ടുകടയിലുള്ള ഹോംലി ഫുഡ്, എ ഹോം ഫോർ ഹോംലി ഫുഡ്, അമ്മ വീട്, അവിടെയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അഴത്തോ ഇവിടെ പണി നടക്കുന്നുണ്ട്, വിശേഷം പറയാം. ഇത് നമ്മുടെ അമ്മ വീടിന്റെ ഇൻസൈഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ആഹാരം വിളമ്പുമ്പോ അതിന്റെ കൂടെ നല്ല ആംബിയൻസും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ അതൊരു ഭയങ്കര ഹൃദ്യമായ ഒരു ഫീലിംഗ് ആണ്. ആളുകൾ ഇന്ന് ലോകം മുഴുവൻ ആംബിയൻസ് തേടി പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ ഇത് കുറച്ചുകൂടി ഒരു എന്താ പറയാ, ഇത് ഹോംലി ഫുഡിന്റെ ആണ് ടാഗ് ലൈനിൽ തന്നെ പറയുന്നത്. അപ്പൊ അതുപോലെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഭംഗിയുണ്ട്. ഓക്കെ, ഇവിടെ പലതും മതിലിൽ എഴുതി വെച്ചിട്ടുള്ളതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് നമ്മുടെ അമ്മ വീടിന്റെ അടുക്കളയാണ്. സാധാരണ എല്ലാ ഹോട്ടലുകളുടെ അടുക്കളയുടെ ഫ്രണ്ടിലും എഴുതിയിട്ടുണ്ടാവും
ഇങ്ങോട്ട് പ്രവേശനമില്ല, നോ അഡ്മിഷൻ, ഇങ്ങോട്ട് കയറരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യാണ്, അകത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഫുഡിന്റെ ക്വാളിറ്റി നമുക്ക് അപ്പൊ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. കമോൺ, എന്തായാലും വിളിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് കയറി കണ്ടുകളയാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാം വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തും വളരെ നീറ്റായിട്ടും ഒക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ ചേച്ചിമാരെ, നല്ല വിശാലമായ ഒരു അടുക്കളയാണ് കേട്ടോ. ഒരുപാട് വിഭവങ്ങൾ ഒരേ സമയം കുക്ക് ചെയ്യാൻ പറ്റും. അന്തസ്സുള്ള ഒരു ചെമ്പ് ഉരുളി, നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങൾ. എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. നല്ല അടിക്കട്ടിയുള്ള ഈ ഉരുളി പോലത്തെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാത്രങ്ങളില്ലേ, കുറേ തേങ്ങാപ്പീര നോക്കി. കാരണം ഹോംലി ഫുഡാണ്, അപ്പൊ തേങ്ങ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇഷ്ടംപോലെ തേങ്ങ വേണ്ടി വരും എല്ലാ തന്നെ വിഭവങ്ങൾക്കും. നല്ല അയല, നല്ല ചൂര, നല്ല തുണ്ടമായിട്ട് ചൂര മുറിച്ചിട്ട് ഫുൾ അയല, നല്ല മസാല ഇങ്ങനെ തേച്ച് പുരട്ടിക്കൊണ്ടിരിക്കാട്ടോ. എന്താ വിഷ്വൽ അല്ലേ. നമുക്ക് ആവോലി ഉണ്ട് ഇവിടെ. ഇത് എന്തൊക്കെയാ ചേച്ചി? ചുമ്മാ മുളക് പൊടി, മഞ്ഞപ്പൊടിയും കുരുമുളകും മാത്രമേ ഉള്ളോ? വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ചുവന്ന ഉള്ളി. യെസ്, ഐ ക്യാൻ സീ ചുവന്ന ഉള്ളി. കുരുമുളക്. നൈസ് മാൻ, ഇത് വളരെ റിച്ച് ആണ്. ഈ റിച്ച് മസാല നമ്മുടെ മീനുകളിലേക്ക് അങ്ങോട്ട് തേച്ച് ഇത് ഫ്രൈ ചെയ്യാനുള്ളതാണ് അല്ലേ? ഇത് കണ്ടോ, ഇത് ഐ തിങ്ക് മാങ്ങാക്കറിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിന്റെ ഒരു പ്രത്യേകതയാണ്. മുരിങ്ങക്കോൽ ഇടും നമ്മുടെ മീൻകറിയിലൊക്കെ. നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാ. മീൻ ഇങ്ങനെ എടുത്ത് ചോറിന്റെ കൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു മുരിങ്ങക്കോൽ ഇങ്ങനെ എടുത്തൊരു വടി അങ്ങ് വടിക്കണം. അടിപൊളിയാണ്. ഒരു മാങ്ങ, നല്ല പുളി. ചേച്ചി ഇത് എന്തിനുള്ളതാണ്? നല്ല തേങ്ങയും ഫ്രൈക്ക് കൊടുക്കുന്ന പൊടി, ചിക്കന്റെ കൂടെ അല്ലേ? മീൻ ഫ്രൈക്ക്. അപ്പൊ ഇത് മാത്രം വറുക്കുവോ, അത് മീനിന്റെ കൂടെ വറുക്കുവോ? സെപ്പറേറ്റ് വറുത്തു പോരും. നൈസ്. ഇത് കണ്ടോ നോക്കിയേ, തേങ്ങ, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. എന്നാ മണോന്നറിയോ? ഇതെല്ലാം കൂടി ഇത് സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ട് ഫ്രൈയുടെ കൂടെ. നൈസ് അല്ലേ? ചപ്പാത്തി, പൊറോട്ട, ദോശ, പത്തിരി, ഇടിയപ്പം, അയല മുളകിട്ടത്, അയല മാങ്ങാക്കറി, ചൂര വറുത്തരച്ചത്, ചിക്കൻ ചാപ്സ്, പോത്ത് റോസ്റ്റ്, മുട്ട മസാല, ചിക്കൻ ബിരിയാണി. ഓക്കെ, ചൂര, ആവോലി, അയല, നെയ്മീൻ, ഇതൊക്കെയാണ് ഇന്നത്തെ ഫിഷസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ അമ്മ വീടിന്റെ അടുക്കള വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തേങ്ങ ചേർക്കുന്നു, ഇവിടെ കറി വെക്കുന്നു, അങ്ങനെ എല്ലാ വിധത്തിലും. നമുക്ക് ശ്രീജ ചേച്ചി തിരക്കിന്റെ ഇടയിൽ നിന്ന് നല്ല അപ്പൊ പതുക്കെ നമുക്ക് അതൊന്ന് ചൂണ്ടാം. ഓക്കെ ചേച്ചി, ഇവിടെ നിന്ന് അയല മാങ്ങാക്കറി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഓടി അങ്ങ് കയറുമായിരുന്നു. ഉരുളിയിൽ കുറച്ച് സംഭവം ചേച്ചി ഓൾറെഡി ഇട്ട് കഴിഞ്ഞു കേട്ടോ. എന്തൊക്കെയാ ചേർത്ത് ചേച്ചി ഒന്ന് പറയാമോ? മുളക് പൊടി, മഞ്ഞപ്പൊടി. അതിന് മുമ്പ് പാത്രത്തിൽ എന്തൊക്കെയാണ്? പച്ചമുളക്. എണ്ണയിലേക്ക് വഴറ്റി ഉപ്പും ചേർത്തു. അതെ, അതായത് നല്ല വെളിച്ചെണ്ണയിലേക്ക് മാങ്ങ, മുരിങ്ങയ്ക്ക, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ഇട്ട് എണ്ണയിലിട്ട് വഴറ്റി അങ്ങ് എടുക്കുകയാണ് ചേച്ചി. കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മുളക് പൊടിയും മല്ലിപ്പൊടി അല്ലേ? മല്ലിപ്പൊടിയാണോ മഞ്ഞളാണോ? മഞ്ഞളും മല്ലിപ്പൊടിയും. മഞ്ഞളും മല്ലിയും കൂടെ ചേച്ചി ചേർത്തു. എന്തോരം ചേർത്ത് ചേച്ചി മഞ്ഞപ്പൊടി, മല്ലിയൊക്കെ? നമുക്കിപ്പം തുടക്കമായിട്ട് കുറേശ്ശെ വെക്കുന്നുള്ളൂ. ഓക്കെ, ഒരു 15 അയല, ഫുൾ അയല ചേർത്താണ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഉണ്ടോന്ന് ചേച്ചി കുറെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിന്റെ അകത്തേക്ക് ഇളക്കട്ടെ. തേങ്ങ ചേർത്തു. തേങ്ങ അരച്ച മീൻകറി, നല്ല മുരിങ്ങക്കൊക്കെ ഇട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി തീയും കൂട്ടി വെച്ചു. ചൂട് ചൂട് ചൂട്. സാരമില്ല. അപ്പൊ നമ്മള് തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ പാകത്തിന് ആവശ്യത്തിന് വേണ്ട വെള്ളവും നമ്മൾ ചേർത്തു. അടുത്ത് കൂന്തല് നല്ല പാകപ്പെടുത്തി വെച്ചേക്കാണ്. പുളി പിഴിഞ്ഞത്. ഓക്കെ, ഇനി നല്ല വാളം പുളി പിഴിഞ്ഞ വെള്ളം
പുളിക്ക് വേണ്ടി നമ്മൾ അത് ചേർത്തു. മാങ്ങ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ വാളമുടിയാണ് ഇതിൽ ചേർത്തത്. ഓക്കെ, ഉപ്പിടാം. ഇനി ഉപ്പ് കുറച്ചും കൂടെ വേണം. നല്ല തിളച്ചിട്ട് മീനിടാം. ഈ നല്ല പോലെ തിളച്ച് കഴിയുമ്പോൾ മീനിട്ട് അങ്ങ് വേവിച്ചെടുക്കുക. അത്രയല്ലേ ഉള്ളൂ ചേച്ചി. ഞാനൊന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോയതാണ് ഒന്ന് തൊപ്പി വെക്കാനായിട്ട്. അപ്പം നമുക്ക് വേണ്ടി സിന്ധു ചേച്ചി പ്രിപ്പയർ ചെയ്യുന്ന മാങ്ങാക്കറി ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ പ്രോസസ്സ് പെട്ടെന്നൊന്ന് ഓടിച്ച് പറയാം. നല്ല വെളിച്ചെണ്ണയിലേക്ക് പച്ചമാങ്ങയും പച്ചമുളകും, പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു പച്ചമുളക് മുരിങ്ങക്കോലും. നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലാണ്. മുരിങ്ങക്കോലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് നല്ല അരച്ചു വെച്ച തേങ്ങയും ചേർത്ത് പിന്നെ അതിനുശേഷം പാകത്തിന് വെള്ളവും പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞ നല്ല വാളംപുളിയാണ് നമ്മൾ ഈ കറിക്ക് ഉപയോഗിക്കുന്നത്, കുടംപുളി അല്ല. കാരണം മാങ്ങയിട്ട കറിയാണല്ലോ. അപ്പൊ കുടംപുളിയും വാളംപുളിയും ചേർത്ത് വെള്ളവും ഒഴിച്ച് ഒരു 15 അയല അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് വെന്തോണ്ടിരിക്കുക. വേവ് വരുമ്പോ ഇപ്പൊ ഒന്ന് തുള്ളി തുടങ്ങി മീൻ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് കടുകും കൂടെ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പൊ ഞാൻ ചോദിച്ചു ചേച്ചി ഇത് അടച്ചു വെച്ചല്ലേ വേവിക്കുന്ന ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു ഈ കറി നമ്മൾ തുറന്നു വെച്ചാൽ വേവിക്കുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കറി റെഡിയായി കഴിഞ്ഞിട്ടേ അടച്ചു വെക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കടുക് വറുത്തത് ഒഴിക്കാൻ പോവാണ് വെളിച്ചെണ്ണയില്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഓക്കെ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇതങ്ങ് അടച്ചു വെച്ച് ഇതിനെ അങ്ങ് സമാധാനത്തിൽ അങ്ങ് ഇട്ടാൽ മതി. അവര് തമ്മിൽ കഥ പറഞ്ഞ് കറി വേറൊരു രൂപത്തിലേക്ക് ആയിക്കോളും. സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇത്. കമന്റ് ഓക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇതിനെന്താ പറയുന്നത് മിക്സർ മിഠായി എന്ന് പറയും. ഭയങ്കര രസമാണ് ഇത് കഴിക്കുക. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇത് വായിൽ പൊട്ടുന്നത്. അങ്ങനെ ഭയങ്കര ഈസിലി അവൈലബിൾ അല്ല, എല്ലാ കടകളിലൊന്നും കിട്ടൂല. ഐ ഗോട്ട് വൺ. പൊള്ളിച്ച മീൻ തയ്യാറാക്കാൻ കുറച്ച് സമയം തരണേ. പിന്നെന്താ തരാലോ, പൊള്ളിച്ച മീനല്ലേ വരാൻ പോണത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഒരു കൊച്ചു നടുത്തളം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹോംലി ഫുഡ് ഒരു നടുത്തളത്തിലിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ഇറ്റ്സ് നൈസ്. അടുത്ത് എന്താണ് നമ്മുടെ ഉരുളിയിലേക്ക് വീഴാൻ പോകുന്നത്? ചൂര മുളകിട്ടത്. അതാണ് ഇനി അടുത്ത നമ്മുടെ ഐറ്റം. വെളിച്ചെണ്ണ ഒഴിച്ചു, തക്കാളി, കുറച്ച് മുരിങ്ങയ്ക്ക, ആവശ്യത്തിന് പച്ചമുളക് ഇത്രയും ചേർത്ത് കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണാം. തിരുവനന്തപുരം സ്റ്റൈലിലുള്ള മീൻകറിയിലെല്ലാം മുരിങ്ങയ്ക്ക ഒരു മസ്റ്റ് ഐറ്റം ആണ് കേട്ടോ. ചുരുക്കം കൂടെ ചേർത്തൊന്ന് വാട്ടി എടുത്ത് ഇനി നമ്മുടെ ചൂര മുളകിട്ട കറിയിലേക്ക് പൊടികൾ ചേർക്കാൻ പോവാണ് ചേച്ചി. സാധാ മുളക് പൊടി, പിരിയ മുളക് പൊടിയും കൂടെ ചേർത്താണ് നമ്മൾ വെക്കുന്നത്. പിരിയ മുളക് പൊടി എന്താണെന്നൊന്നും ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി. 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ അളവിൽ കുറച്ചാണ് മല്ലിപ്പൊടി. കുരുമുളക് നല്ല പൊടിച്ച കുരുമുളക്, മഞ്ഞള് നല്ലോണം ഇളക്കണം. കുടംപുളി, വെള്ളം നല്ല പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു. ഈ കറിയിൽ നമ്മൾ കുടംപുളിയാണ് ചേർത്തത്. ഓക്കെ. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോഴാണ് കഷ്ണം ചേർക്കാൻ പോകുന്നത്. അത് ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. ചേച്ചി കിട്ടണില്ല കേട്ടോ. മുളകിട്ട കറിക്ക് തക്കാളി, മുരിങ്ങയ്ക്ക, പച്ചമുളക്, കുടംപുളി, കുടംപുളി കൂടെ ചേർക്കണം. ഇതെല്ലാം നല്ലോണം വഴറ്റിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ് ഇത് നല്ല പാകത്തിന് കുടംപുളി വെള്ളം ഒഴിക്കുക. നല്ലോണം തിളപ്പിക്കുക. ടേസ്റ്റ് പാകമാകുമ്പോൾ പീസ്. ഓക്കെ.
ചൂരയും കൂടെ ഇട്ടങ്ങ് ഇറക്കുക. കടുക് വറുത്ത് വെളിച്ചെണ്ണ. ഈ കടുക് വറുത്ത് വെളിച്ചെണ്ണയും കൂടെ ഇടണം. അതാണ് നമ്മുടെ കറി. പുളി ഉപ്പും പാകമായിരിക്കണം. അതാണ് കുടംപുളിയിട്ട മീനിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. ചേച്ചി കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാണ്. കട്ടിയും കൂടെ കിട്ടും അതിന്റെ കൂട്ടത്തിൽ. പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ചേരുമ്പോഴുണ്ടാകുന്ന ഒരു രസമുണ്ടല്ലോ. എത്ര ടൊമാറ്റോ ഉണ്ടാവും ചേച്ചി? 5-6. ഓൾറെഡി നമ്മൾ ടൊമാറ്റോ ഇട്ട് വഴക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ കുറച്ച് പേസ്റ്റ്. നല്ല മൂത്തതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞളും ഇട്ട് മുളക് പൊടി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും അത്രേ ഉള്ളൂ. നമ്മൾ ഉള്ളിയെ ചെറിയ ഉള്ളി അങ്ങനെ ഒന്നും ചേർക്കില്ല ആ സമയത്ത്. അപ്പം ചേർക്കത്തില്ല. ഇല്ല, ബാക്കിയെല്ലാം വഴറ്റി ചേർക്കതേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ വഴറ്റി ചേർക്കത്തേ ഉള്ളൂ. എന്നിട്ട് അത് നല്ലതുപോലെ അരക്കണം. നല്ലപോലെ അരക്കണം. ഇച്ചിരി വെള്ളം ചേർത്തല്ലേ? വെള്ളം ചേർത്ത് കുടംപുളിയല്ല മറ്റേ വാളംപുളി പിഴിഞ്ഞ് അതും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ. പിഴിഞ്ഞൊഴിക്കുക അരക്കുക ചെയ്യാം. മുരിങ്ങയ്ക്കയും പച്ചമുളകും. പിന്നെ മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടെ നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം കഷ്ണം ഇട്ട് കടുവറുപ്പിട്ട് വാങ്ങുക. അത്രേ ഉള്ളൂ. ഈ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതും അടച്ചു വെച്ച് വേവിക്കില്ലല്ലോ? ഇല്ല, കറി തുറന്നു വെച്ചേ വേവിക്കുള്ളൂ. അതാണ് സിന്ധു ചേച്ചിയുടെ സ്റ്റൈൽ. അങ്ങനെയാണ്, കറി തുറന്നു വെച്ചാണ് വേവിക്കുന്നത്. ഇരുന്ന് കഥ പറയട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഊണിന്റെ കൂടെ വിളമ്പാനുള്ള പായസം ഓരോ ഗ്ലാസ്സുകളിലായിട്ട് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. നല്ല പായസം, നല്ല ചൂട് പായസം. അപ്പൊ ചോറ് വന്നു കഴിഞ്ഞു. നമ്മള് ചേച്ചി ഇത് നമ്മുടെ വറുത്തരച്ച ചൂരക്കറി, മീൻ അയല മാങ്ങാക്കറി, ഇത് ചൂര കുടംപുളി ഇട്ട കറി. അപ്പം ഇത്തിരി ചാറും ഒരു കഷ്ണവും കൂടെ അങ്ങ് വെച്ച് നല്ല അന്തസ്സുള്ള വറുത്തരച്ച കറി. വീട്ടിൽ ഇരുന്ന് കഴിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. ലേശം അയല മാങ്ങാക്കറി ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക്. തിരിയൊന്ന് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാട്ടോ. നല്ല രസമുണ്ട്. കൊടംപുളിയിട്ട് ചൂരക്കറി, മുളക് കറിയാണ്. മൂന്ന് വ്യത്യസ്തമായ രുചികളാണ്. ഒന്നും പറയാനില്ല, എല്ലാം കെങ്കേമം. അമ്മ വെച്ച് തരുന്ന പോലെ നല്ല മനസ്സ് നിറയ്ക്കുന്ന ഹോംലി ഫുഡ് കഴിച്ചെന്റെ വയറ് നിറഞ്ഞു. ഞാൻ എപ്പോഴും നിറയ്ക്കുന്ന പോലെ എന്റെ മനസ്സും നിറഞ്ഞു. എന്റെ കണക്കൂട്ടലുകളൊന്നും അങ്ങനെ തെറ്റാറില്ല കേട്ടോ. അടുത്ത ആഴ്ച ഇതിലും ഗംഭീര വിഭവമായിട്ട് ഞാൻ വരും. അതുവരെ